വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം പ്രമേയമാക്കിയുള്ള ചിത്രം കാലം പറഞ്ഞ കഥയ്ക്ക് പ്രദർശന വിലക്കില്ല. സിനിമ റിലീസ് ചെയ്യാൻ ഹൈക്കോടതി അനുമതി നൽകി. പ്രദർശനം തടയണമെന്നാവശ്യപ്പെട്ടുള്ള പ്രതി അഫാന്റെ പിതാവ് നൽകിയ ഹർജിയാണ് കോടതി തള്ളിയത്. സിനിമ കേസിന്റെ വിചാരണയെ ബാധിക്കുമെന്ന വാദം കോടതി അംഗീകരിച്ചില്ല. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, ഏറെ കോളിളക്കമുണ്ടാക്കിയ കേസാണ് വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം. സ്വന്തം വീട്ടുകാരെ, ഉറ്റവരെ കൊലപ്പെടുത്തിയ അഫാന്റെ ക്രൂരത, അത് സിനിമയാകുമ്പോൾ എന്തുകൊണ്ടാണ് ഈ പ്രതിയുടെ പിതാവ് അതിനെ എതിർക്കുന്നത്? എന്താണ് ഈ അഫാന്റെ പിതാവ് നൽകിയ ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നത്? പ്രധാനമായും അഫാന്റെ പിതാവ് അബ്ദുൽ ലത്തീഫ് നൽകിയിരിക്കുന്ന ഹർജിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്, ഈ സിനിമ റിലീസാവുകയാണെങ്കിൽ കാലം പറഞ്ഞ കഥ എന്ന് പറയുന്ന സിനിമയുടെ പ്രമേയം വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകമാണ്. അതുകൊണ്ട് തന്നെ ആ സിനിമ റിലീസാവുകയാണെങ്കിൽ തൻ്റെ മകന് ന്യായ വിചാരണ ലഭിക്കാനുള്ള എല്ലാ സാഹചര്യവും അവസാനിക്കുമെന്ന് തന്നെയാണ് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. മാത്രമല്ല, ഈ വിചാരണയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വിവരങ്ങളും പുറത്തു വരാതിരിക്കാൻ ദൃശ്യശ്രവ്യ മാധ്യമങ്ങളെ വിലക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു. വെഞ്ഞാറമൂട് കൊലപാതകം നമുക്കറിയാം, 2025 ഫെബ്രുവരി 24 നാടിനെ നടക്കിയ 5 കൊലപാതകങ്ങൾ ഉണ്ടാകുന്നത്. അഫാന്റെ മുത്തശ്ശിയെ, അതുപോലെ പിതൃ സഹോദരനെ, അദ്ദേഹത്തിൻ്റെ ഭാര്യയെ, അഫാന്റെ പെൺസുഹൃത്തിനെ, അനിയനെ, ഇത്രയും ആളുകളെയാണ് കൊലപ്പെടുത്തിയത്. മാത്രമല്ല, അമ്മ ഷെമിയെ കൊലപ്പെടുത്തുന്ന സാഹചര്യത്തിൽ കഴുത്തിൽ ഷാളിട്ട് മുറുക്കിയ ശേഷം പക്ഷെ അവർ രക്ഷപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോയത്. എന്നിരുന്നാലും നാടിനെ നടുക്കിയ കൊലപാതകം എന്നുള്ള നിലയിൽ ഈ വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം ഒരു സിനിമയ്ക്ക് പ്രമേയമാകുമ്പോൾ ആ ഒരു സിനിമ നൽകുന്ന, അതായത് സമൂഹ മാധ്യമങ്ങളിലൂടെ നൽകുന്ന ഒരു ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് തൻ്റെ മകന് ന്യായവിചാരണ കിട്ടാതെ പോകുമെന്നുള്ള കാര്യമാണ് പ്രധാനമായി അഫാന്റെ പിതാവ് ഹൈക്കോടതിയിൽ ചൂണ്ടിക്കാട്ടിയത്. ഇതുമായി ബന്ധപ്പെട്ട് സെൻസർ ബോർഡിൻ്റെ മുന്നിലെത്തിയിരുന്ന സാഹചര്യത്തിൽ സെൻസർ ബോർഡ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുകയും അത് അത്തരത്തിലുള്ള ഒരു സിനിമയല്ല എന്നും, അതുപോലെ ഓൺലൈൻ ചൂതാട്ടത്തിനും ലഹരിക്കുമെതിരെയുള്ള സന്ദേശം നൽകുന്ന സിനിമയാണ് കൂട്ടക്കൊലപാതകം, ഇത് പ്രമേയമായിട്ടുണ്ട് എന്ന് മാത്രമേ അതിനെ കണക്കാക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിന് UA+16 സർട്ടിഫിക്കറ്റാണ് നൽകിയിരിക്കുന്നത്. സെൻസർ ബോർഡ് അത്തരത്തിലാണ് അതിന് സർട്ടിഫിക്കറ്റ് നൽകിയത്. ഇതൊക്കെ പരിശോധിച്ച ശേഷമാണ് ഹൈക്കോടതി ഈ ഒരു നിലപാടിലേക്ക് എത്തിയത്. ഹർജി, അതായത് അഫാന്റെ പിതാവിൻ്റെ ഹർജി പൂർണ്ണമായും തള്ളിക്കൊണ്ട് തന്നെയാണ് കാലം പറഞ്ഞ കഥ എന്ന് പറയുന്ന സിനിമയ്ക്ക് പ്രദർശന വിലക്കില്ല എന്നുള്ള ഒരു നിലപാടിലേക്ക് ഹൈക്കോടതി എത്തുന്നത്. ഇത് മാത്രമല്ല, പ്രധാനമായിട്ടും താനും കുടുംബവും താനും ഭാര്യയും ഒറ്റപ്പെട്ട സാഹചര്യമാണ്. പ്രത്യേകിച്ചും ഒരു പച്ചക്കറിക്കട നടത്തിയാണ് ഇപ്പോൾ താൻ ജീവിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ തന്നെയും തൻ്റെ ഭാര്യയെയും ബന്ധുക്കളും നാട്ടുകാരും ഒറ്റപ്പെടുത്തുന്ന സാഹചര്യമാണുള്ളത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇത്തരം ഒരു സിനിമ കൂടി ഇറങ്ങുമ്പോൾ അത് കൂടുതൽ മുൻവിധിക്ക് കാരണമാകും. തൻ്റെ മകന് നീതി ലഭിക്കാതെ പോകും. കുറ്റാരോപിതനാണ് ഇപ്പോൾ തൻ്റെ മകനെ കുറ്റവാളിയാക്കി മാറ്റുന്ന ഒരു നിലപാടിലേക്ക്, ഒരു സാഹചര്യത്തിലേക്ക് സിനിമ മാറ്റും എന്നുള്ളതായിരുന്നു പ്രധാനമായും ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയത്. അതേസമയം അത്തരം സന്ദർഭങ്ങൾ, അത്തരം കൂട്ടക്കൊലപാതകം പ്രമേയമായിട്ടുണ്ട്. എന്നിരുന്നാലും അതല്ല സിനിമയുടെ മുഖ്യ പ്രമേയം. സിനിമ നൽകുന്ന മെസ്സേജ് പ്രധാനമായും ഓൺലൈൻ ചൂതാട്ടത്തിനും അതുപോലെ മയക്കുമരുന്നിനുമെതിരെയുള്ള മെസ്സേജാണ് എന്ന് തന്നെയാണ് സെൻസർ ബോർഡിൻ്റെയും തുടർന്ന് ഹൈക്കോടതിയുടെയും വിലയിരുത്തൽ. അങ്ങനെയാണ് ആ ഒരു സാഹചര്യത്തിലാണ് ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ടുള്ള അഫാന്റെ പിതാവിൻ്റെ ഹർജി തള്ളുന്ന സാഹചര്യത്തിലേക്ക് പോയിട്ടുണ്ട്. ആജ്ഞ, ഇത് ആദ്യമല്ല, ഇത്തരം പ്രമാദമായ പല കേസുകളും സിനിമയായിട്ടുണ്ട്. അത്തരം കഥകളിൽ കുടുംബത്തിന് എന്തെങ്കിലും ആശങ്ക എന്താണ്? കാരണം ഈ സിനിമ യഥാർത്ഥത്തിൽ ഈ വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ട് അവരുടെ കുടുംബത്തെ അധിക്ഷേപിക്കാനുള്ള നീക്കമുണ്ടോ എന്നതാണോ അവരുടെ ആശങ്ക? പക്ഷേ യഥാർത്ഥത്തിൽ ഈ ഒരു ചെറുപ്പക്കാരൻ കാണിച്ച ക്രൂരത, ഈ അഫാൻ കാണിച്ച ക്രൂരതയാണ് സിനിമയുടെ പ്രമേയമാകുന്നത്. അതോടൊപ്പം നേരത്തെ സിനിമയുടെ അണിയറ പ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ മയക്കുമരുന്നിനും അതോടൊപ്പം ഇത്തരം ക്രിമിനൽ പ്രവർത്തനങ്ങൾക്കും എതിരായിട്ടുള്ള ഒരു സന്ദേശം നൽകുന്നൊരു സിനിമ. അതിനപ്പുറം ഈ കുടുംബത്തെ ഈ കഥയിലേക്ക് വലിച്ചഴയ്ക്കുന്നുണ്ടോ? അവരെ മുറിപ്പെടുത്തുന്ന രീതിയിലുള്ള എന്തെങ്കിലും കഥകൾ ഈ ചിത്രത്തിൽ പ്രമേയമാകുന്നുണ്ടോ? അതാണോ ഇവർ എതിർക്കാനുള്ള, ഈ സിനിമയുടെ റിലീസിനെ എതിർക്കാനുള്ള കാരണമായത്?
ടോം, ഈ സംഭവത്തിന് ശേഷം താനും തൻ്റെ ഭാര്യ, അതായത് അമ്മ ഷെമിയെ കൂടി അപകടപ്പെടുത്താൻ ശ്രമിച്ചിരുന്നെങ്കിലും ഷെമി അപകടനില തരണം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരുന്നു. താനും തൻ്റെ ഭാര്യയും പൂർണ്ണമായും ഒറ്റപ്പെട്ട സാഹചര്യത്തിലാണ്. 50 ലക്ഷം രൂപയോളമാണ് ആ സമയത്ത് കടമുണ്ടായിരുന്നത്. അത് എന്ത് കാര്യത്തിനാണ് അത്തരം രൂപ കടം വാങ്ങിയതെന്ന് അഫാനോ അമ്മയോ ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല എന്ന് തന്നെയാണ് ഈ പിതാവ് വ്യക്തമാക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ താനും തൻ്റെ ഭാര്യയും ബന്ധുക്കളിൽ നിന്നും ഒറ്റപ്പെടുന്നു, നാട്ടുകാരിൽ നിന്നും ഒറ്റപ്പെടുന്നു. അങ്ങനെ ആരുമായും കമ്മ്യൂണിക്കേഷൻ ഇല്ലാതിരുന്ന ഒരു ജീവിതമാണ് ഇപ്പോൾ നയിക്കുന്നത്. അത് കൂടുതൽ, അതായത് സിനിമ ഇറങ്ങിയാൽ അത് കൂടുതൽ മുൻവിധികൾക്ക് കാരണമാകും, കൂടുതൽ ചർച്ചകൾക്ക് കാരണമാകും. ഈ കേസുമായി ബന്ധപ്പെട്ട വിചാരണകൾക്ക് തടസ്സമായും കൃത്യമായി ന്യായമായ ഒരു വിചാരണ തൻ്റെ മകന് ലഭിക്കാതെ പോകും. അത്തരം ഒരു സാഹചര്യത്തിൽ ഈ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ ഈ മരണം നടന്ന ദിവസം തന്നെ, അത് കൊലപാതകം നടന്ന ദിവസം തന്നെ ഏതാണ്ട് 2 ലക്ഷം രൂപയോളം പലിശക്കാർക്ക് കൊടുക്കാനുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള തർക്കത്തിനൊടുവിലാണ് അത്തരം തർക്കം മൂർച്ഛിച്ചപ്പോഴാണ് അഫാൻ കൊലപാതകത്തിലേക്ക് തിരിഞ്ഞതെന്നാണ് പിതാവ് ഈ മകനെ ന്യായീകരിക്കുന്നത്. പക്ഷേ 5 കൊലപാതകങ്ങൾ, നാടിനെ നടുക്കിയ 5 കൊലപാതകങ്ങളാണ് ഈ മകൻ ചെയ്തു കൂട്ടിയതെന്നോ ഒരുപക്ഷേ കേരളത്തിൻ്റെ ഈ ക്രൈം റെക്കോർഡ്സിലെ ഏറ്റവും വലിയ കൊലപാതകങ്ങൾ ഒന്ന് എന്നുകൂടി കണക്കാക്കിയെടുക്കാവുന്ന, അല്ലെങ്കിൽ അത്തരം ഒരു ക്രിമിനൽ ആക്ടിവിറ്റിയാണ് നടന്നത് എന്നുള്ള കാര്യം കൂടി ഇതിലൂടെ മറച്ചു വെക്കാൻ ആ പിതാവ് ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളൊരു തോന്നൽ കൂടി നമുക്കുണ്ടാകും. പ്രത്യേകിച്ചും ഈ ഒരു സാഹചര്യത്തിൽ അഫാൻ കൊലപാതകം ചെയ്തതാണ്, അപ്പോൾ ഏത് സാഹചര്യത്തിലാണ് കൊലപാതകം നടത്തിയത്, മയക്കുമരുന്നിന് അടിമയായ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ അന്വേഷണം നടന്നതുമാണ്, അതിൽ വ്യക്തത വന്നതുമാണ്. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇത്ര വലിയ ക്രൂര കൊലപാതകം നടത്തിയ മകന് വേണ്ടി പിതാവ് വാദിക്കുന്നു, അല്ലെങ്കിൽ ഒരു പിതാവിൻ്റെ മകനോടുള്ള ഒരു കരുതൽ മാത്രമായിട്ട് വേണം ഈ ഹർജിയെ കാണാനെന്ന് വേണം കണക്കാക്കാൻ. അത്തരത്തിൽ തന്നെയാണ് കോടതിയും കണക്കിലെടുത്തതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും ഇതുമായി ബന്ധപ്പെട്ട വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൻ്റെ പ്രമേയം, അതായത് കൂട്ടക്കൊലപാതകം സിനിമയ്ക്ക് പ്രമേയമായിട്ടുണ്ട്. എന്നാൽ വെഞ്ഞാറമൂട് സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് തോന്നുന്ന തരത്തിലുള്ള ഒരു സീനും ആ സിനിമയിലില്ല എന്ന് തന്നെയാണ് സെൻസർ ബോർഡ് ഹൈക്കോടതിക്ക് മുൻപാകെ നൽകിയതും. അതിനെ പ്രദർശിപ്പിക്കുന്നതിന് പ്രത്യേകിച്ച് സാഹചര്യങ്ങൾ, അതായത് പ്രദർശനാനുമതി നൽകാതിരിക്കാനുള്ള പ്രത്യേക സാഹചര്യങ്ങളൊന്നും നിലവിലില്ല എന്ന് തന്നെ ഹൈക്കോടതിയിൽ സെൻസർ ബോർഡ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഹൈക്കോടതി ഇത്തരത്തിലൊരു നിലപാടെടുത്തത്. ഹർജി പൂർണ്ണമായും തള്ളുകയാണ്. അതായത് അഫാന്റെ പിതാവ് നൽകിയിരിക്കുന്ന ഹർജി, സിനിമയ്ക്ക് പ്രദർശനാനുമതി നൽകരുത് എന്നാവശ്യപ്പെട്ടുള്ള ഹർജി പൂർണ്ണമായി നൽകുകയാണ്. ഇതൊരു ഘട്ടത്തിലും വിചാരണയെ ബാധിക്കാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് ഹൈക്കോടതി നിരീക്ഷണം. വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം പ്രമേയമാക്കിയുള്ള ചിത്രം കാലം പറഞ്ഞ കഥയ്ക്ക് പ്രദർശന വിലക്കില്ല. പ്രതി അഫാന്റെ പിതാവ് നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. പശ്ചിമേഷ്യയിൽ സമാധാനം അകലെ തന്നെ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.